എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രേമ ഹരിതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ചെറിയ അടുക്കളത്തോട്ടാണ്. ഇവിടെ മത്തയും കുമ്പളവും ചുരക്കയും ഓരോ തൈ വീതം ഞാൻ നട്ടുണ്ട്. ഇത് ആദ്യത്തെ വിളവെടുപ്പിന് ശേഷം രണ്ടാമതായി കായ്ച്ചതാണ്. അപ്പോൾ കൂടുതൽ വിളവിന് ചുരക്ക കൃഷി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അതെന്താണെന്ന് നോക്കാം. സാധാരണയായി മത്തയും കുമ്പളവും കൃഷി ചെയ്യുന്നത് പോലെ തന്നെയാണ് ചുരക്കയും കൃഷി ചെയ്യുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ കണ്ടത് ചുരക്കയുടെ പൂക്കൾക്ക് വെളുത്ത നിറമാണ്. സാധാരണയായി വെളുത്ത നിറമുള്ള പൂക്കൾ വിരിയുന്നത് സന്ധ്യാസമയത്തും രാത്രിയിലുമാണ്. അതുകൊണ്ട് തന്നെ ഇത് പരാഗണം നടത്തുന്നത് നിശാശലഭങ്ങളാണ്. ശരിയായ രീതിയിൽ പരാഗണം നടന്നാൽ മാത്രമേ ചുരക്കയിൽ കൂടുതൽ കായ്ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നന്നായി പടർന്നു പന്തലിക്കുന്ന ഒരു വിളയാണ് ചുരക്ക. ഇതിന് ധാരാളം വെള്ളവും വളവും ആവശ്യമുണ്ട്. ഇപ്പോൾ വളർച്ചാ ഘട്ടങ്ങളിൽ നമ്മൾ കൂടുതലായി കൊടുക്കേണ്ടത് നൈട്രജൻ വളങ്ങളാണ്. അതേപോലെ തന്നെ പൂവിടുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് നല്ല രീതിയിൽ കായകൾ ഉണ്ടാകുന്നതിനും നല്ല വലിപ്പത്തിലും തൂക്കത്തിലും കായകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പൊട്ടാഷ് വളങ്ങൾ കൊടുക്കണം. ജൈവ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ വെണ്ണീർ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ രാസവളത്തിലാണെങ്കിൽ പൊട്ടാഷ് വാങ്ങിച്ച് 10 ഗ്രാം ഒരു തടത്തിൽ ചേർത്ത് കൊടുക്കാം. വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും വളത്തിന് മീതെ മണ്ണ് ഇട്ട് കൊടുക്കണം. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സൂര്യപ്രകാശം ഏറ്റാൽ വളങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ബാഷ്പീകരിച്ച് പോകും. ഇത് തടയുന്നതിന് വേണ്ടിയാണ് വളങ്ങൾ ഇട്ട് കൊടുത്താൽ മണ്ണ് കയറ്റി കൊടുക്കണമെന്ന് പറയുന്നത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം കായ്ച്ച നിയന്ത്രണമാണ്. ഇതിനു വേണ്ടി തുളസിക്കണി, ഫിറമോൺ കെണി, പഴക്കണി മുതലായവ ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചുരക്കയിൽ ധാരാളം പെൺപൂക്കൾ വിരിയാനും കായ സെറ്റാവുന്നതിനും സൂക്ഷ്മ മൂലകങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം വിളവെടുപ്പ് നടത്തുന്നതിന് ശേഷം സൂക്ഷ്മ മൂലകങ്ങളുടെ മിശ്രിതമാണ് ഇത് സമ്പൂർണ്ണ. ഇത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതാണ് ഫിറമോൺ കെണി. ആൺകായീച്ചകളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന ഒരു കെണിയാണിത്. ഇതിൽ ഒരു കായീച്ച കെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നും ഇത് വൃത്തിയാക്കുന്നത് കൊണ്ടാണ് ഇതിൽ കൂടുതലായിട്ട് കാണാത്തത്. ഇതിൻ്റെ വള്ളികൾ ടെറസിൻ്റെ മീതയ്ക്കും പടർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കായ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പെൺപൂവ്. ഇതാണ് ആൺപൂവ്. വെളുത്ത പൂവാണ്. ചുരക്കയുടെ കടഭാഗമാണ് കേട്ടോ. ഇത് തണ്ടൊക്കെ കണ്ടില്ലേ, എന്തൊരു വണ്ണത്തിലുണ്ടായി കൊടുക്കുന്നത്. പിന്നെ പൂവിടുന്ന സമയത്ത് കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കാം. ഇത് വെണ്ണീറും ചായപ്പിണ്ടിയും കൂടിയിട്ടുള്ള ഒരു വളമാണ്, മിശ്രിതമാണ്. ഇതാണ് ഞാൻ പ്രധാനമായിട്ടും ഈ പൂവിടുന്ന സമയത്ത് കൊടുക്കാറ്. പിന്നെ ഇത് തടത്തിന് ചുറ്റും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മണ്ണ് കയറ്റി കൊടുക്കാം. ഇതൊരു മത്തൻ. ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തോടിന് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ തള്ളവിരല് കൊണ്ട് ഇതൊന്ന് അമർത്തി കഴിഞ്ഞാൽ നഖം താഴുന്ന പരുവത്തിൽ, ഇത് കണ്ടില്ലേ, നഖം താഴുന്ന പരുവത്തിൽ വേണം ഇത് മുറിച്ചെടുക്കാൻ. പിന്നെ ചുരക്ക കൃഷിയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു രോഗം പൂപ്പൽ രോഗമാണ്. ഇലയിൽ മഞ്ഞ പുള്ളി കുത്തും. പിന്നെ അത് ചെറുതായിട്ട് കരിയും ചെയ്യും. ഇത് കണ്ട, ഇത് പൗഡറി മിൽഡു എന്നൊക്കെ പറയും. ഇതിന് സാധാരണ സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഒരെണ്ണം മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഒരു 1.5 കിലോ ഉണ്ടാവും.
വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.